ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ പതിവ് പോലെ തന്നെ നിങ്ങളുടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റ്, അതായത് നമ്മൾ പില്ലർ ഫൗണ്ടേഷൻ ചെയ്ത സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അന്ന് നമ്മൾ പില്ലർ വെക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ലാസ്റ്റായിട്ട് കാണിച്ചേട്ടാ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തില്ല. കാരണം വീഡിയോ എടുക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എമർജൻസി വർക്ക് പോലെ ഒരാൾക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ ശരി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ വർക്കിലേക്ക് നമ്മൾ പോയേട്ടാ. പക്ഷേ ഇവിടെ ആയ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പണിക്കാരെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്തതെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ അവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ആ ബിൽഡിങ്ങിൻ്റെ വർക്കിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ മറ്റേ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ നമുക്ക് ആ ബിൽഡിംഗ് സൈറ്റിലെ വിശേഷങ്ങളും എങ്ങനെയാണ് സെൻറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവിടെ ഇപ്പോൾ എന്തൊക്കെയായെന്നുള്ള മനസ്സിലായി. വെറും ഒരാഴ്ച കൊണ്ടാട്ടോ നമ്മൾ അത്രേ സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്ന ആ ബിൽഡിങ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നോക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ കാണണ്ട, നമ്മളെ പില്ലർ വെച്ചുകൊണ്ടിരുന്ന ആ സൈറ്റാണ്. ഇപ്പോൾ ഇതാ മണ്ണിട്ടിങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയെന്നാണ്. നമ്മളെ പില്ലറെല്ലാം ഒരേ ലെവൽ വാട്ടർ ലെവൽ ചെയ്ത് നമ്മൾ കുഴിയിൽ നിന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. ആ പൊക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ കരിങ്കല്ലുകൊണ്ട് നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കരിങ്കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കെട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് നമ്മളെ മണ്ണിൻ്റെ ലെവൽ. ഈ ലെവലിൽ നിന്ന് ഏകദേശം 1 മീറ്റർ ഹൈറ്റിലാട്ടോ നമ്മൾ നിലാടിൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ മണ്ണിട്ടിട്ട് ഫില്ലായി കഴിഞ്ഞാൽ ഈ മണ്ണ് അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കണം. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ സൈഡ് വളമൊന്നും കിട്ടുന്നില്ല. സൈഡ് വളം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ അതിര് വരുന്ന ഭാഗമൊന്നും നമ്മൾ കിട്ടുന്നില്ല. കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിടുന്ന മണ്ണ് എന്താവും, ഇവിടെ കിടക്കും. അതുവരെ നമ്മൾ ഇതിൽ തറേൻ്റെ ഉള്ളിലത്തെ മണ്ണ് മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരു കെട്ടി കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നിലാടി കൂടി ആയി. അപ്പം പിന്നെ ഇങ്ങനെ ഫുള്ള് കരിങ്കല്ലുകൊണ്ട് നമ്മൾ പിന്നെ സിമെൻറ്റ് വെച്ച് കെട്ടി ടൈറ്റായി കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ നിലാടി ഈ ഭാഗത്ത് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ആ ഭാഗത്ത് പിന്നെ കെട്ടേണ്ട ആവശ്യം വന്നില്ല. കാരണം നമ്മൾ വീടുമായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മൾ അതിരിൽ വരുന്നുള്ളൂ. അപ്പോൾ നിലവിൽ ആളുടെ ഒരു കെട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കെട്ടിയിട്ടില്ല. പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ അടിയിൽ, ഇതാണ് നമ്മളെ പോർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടിയിൽ നമ്മൾ ഒരു പ്ലിന്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 25-20 ഒരു പ്ലിന്ത് ബെൽറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഇങ്ങനെ 2 പില്ലർ ഹൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മേലെ നിന്ന് 30 സെൻറ്റിമീറ്ററുള്ള ബീമും പിന്നെ 12 സെൻറ്റിമീറ്റർ നമ്മളെ സ്ലാബും വരും കേട്ടോ. അങ്ങനെ ഇതിന് അത്യാവശ്യം 3 മീറ്റർ ഹൈറ്റ് നമുക്കിവിടെ കിട്ടും ഈ ഒരു റൂമിന്. അതായത് ഇവിടെ ഉണ്ട് നമ്മളെ ഈ കമ്പിൻ്റെ ടോപ്പ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കമ്പിൻ്റെ മുകളിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ പിന്നെ ബീം ഇതും വരുന്ന കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ താഴത്തെ ലെവലും മേലത്തെ ലെവലും തമ്മിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന റിട്ടേണിങ് വാൾ എന്ന് പറയുന്നത്. ഈ റിട്ടേണിങ് വാൾ നമ്മൾ ചെയ്തിരിക്കുന്ന വീതി എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ വീതിയിലാട്ടോ. 80 സെൻറ്റിമീറ്റർ വീതിയിൽ. 60 അല്ല 80 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിട്ടേണിങ് വാളിൻ്റെ അടിഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാ. അടിഭാഗം നമ്മൾ 80 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലാടി പോലെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പ്ലിന്ത് വേട്ടൻ ലെവലിൽ 60 കൊണ്ടുവച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 60 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ കെട്ടി. ഏകദേശം നമ്മൾ ഈ 3 മീറ്റർ ഹൈറ്റാണ് നമ്മൾ ടോട്ടൽ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ 3 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ ബീമും 13 സെൻറ്റിമീറ്റർ നമ്മളെ സ്ലാബും കാണും മൈനസ് ചെയ്തിട്ട് വരുന്ന ആ ഒരളവ് നമ്മൾ ഏകദേശം പിന്നെ 2:37 അങ്ങനെ വരുന്നത് 30. അപ്പോൾ ആ ഒരു അളവ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ 60 സെൻറ്റിമീറ്ററിൽ നമ്മളിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ 60 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഈ 3 പില്ലറും ആ ഒരു പില്ലറും കൂടി ലിങ്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ബെൽറ്റ് അടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ബെൽറ്റ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ടുവരും കേട്ടോ. കെട്ടിക്കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സ്ലാബ് ചെയ്യുന്നത്. കാരണം ഈ ഹൈറ്റിൽ മണ്ണ് കംപ്ലീറ്റ് എന്ത് ചെയ്യണോ, ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കണം. ഇവിടുത്തെ ഉണ്ടോ ഇത്രയും ഭാഗത്തെ മണ്ണ് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ കയറാൻ പറ്റില്ല പച്ചമാരെ. ഇവിടെയൊക്കെ മണ്ണിട്ട് ആകെ നാശവശമായിരിക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു രൂപരേഖ ഉണ്ടായി വരുന്നില്ലേ, വീടിൻ്റെ ഒരു രൂപരേഖയായി വരുന്നില്ലേ. അപ്പോൾ കണ്ടോ ഈ ഒരു ലെവലിൽ ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊണ്ട് വരണം. ബെൽറ്റ് വാർത്ത് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കെട്ടിക്കൊണ്ട് വെക്കണം. എന്താ ഇവിടെയൊക്കെ മണ്ണ് വന്ന് ഫില്ല് ചെയ്യാനുള്ള കേട്ടോ. ഈ ഗ്യാപ്പിലൊക്കെ മണ്ണ് വന്ന് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഈ ഒരു സൈഡിൽ നമ്മൾ കരിങ്കല്ല് വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയും കരിങ്കല്ല് വെച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് കെട്ടണം കേട്ടോ. അതായത് ഈ പറമ്പിൻ്റെ
ബേക്ക് വശം ഇങ്ങനെ മൊത്തം കെട്ടിയെടുക്കണം. കാരണം കെട്ടിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, അതായത് നമ്മളെ ഈ ഒരു പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് നമുക്ക് മണ്ണ് വീപ്പിക്കണ്ട അല്ല. എങ്ങനെ എടുക്കുക? അതായത് ഈ ഒരു പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് നമ്മൾ മണ്ണിട്ട് നികത്തണം കേട്ടോ. ഈ ഭാഗമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മണ്ണിട്ട് നികത്തണ്ട. അപ്പോൾ ഈ മണ്ണ് ഇവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബൗണ്ടറി വാൾ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൗണ്ടറി വാൾ കെട്ടാനായിട്ട് നമ്മൾ ഈ ഒരു മണ്ണ് തൽക്കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ റോഡ് പോലെ ചെയ്തിട്ട് വണ്ടി ഈ ഒരു ഗ്യാപ്പ് കൂടെ നമ്മൾ നേരെ താഴത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. നേരെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കരിങ്കല്ലിറക്കും. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പാട്ടോ ഇത് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ മണ്ണ് മൊത്തം നമുക്ക് എന്താക്കണ്ട, എടുത്ത് കളയണ്ട കേട്ടോ. ആ മണ്ണ് മൊത്തം എടുത്തിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണ്ട. അപ്പോൾ ഇവിടെയൊക്കെ ഇനി മണ്ണ് കുറവുണ്ട്. കാരണം ആ മണ്ണ് നമ്മൾ കണക്കാക്കിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്, അങ്ങ് ആ മൂല കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്, അതുപോലെ അവിടെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ തട്ടി ലെവലാക്കിയിട്ട് നോക്കി ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മണ്ണിലാക്കിയിട്ട്. അതുപോലെ നമ്മൾ മണ്ണ് തട്ടി പില്ലറിൻ്റെ കുയിലേക്ക് ഉണ്ടോ വെള്ളം ഇങ്ങനെ അടിച്ചിറക്കുന്നതാണ്. പൈപ്പ് അടിഭാഗത്തേക്കായിട്ട് ഒരു കമ്പി കൊണ്ട് കുത്തി ഹോൾസാക്കി എല്ലാ സൈഡിലേക്കും വെള്ളം നല്ല രീതിയിൽ ടൈറ്റാക്കുന്ന കേട്ടോ. കാരണം ഈ മണ്ണ് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ബെൽറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് മഴ പെയ്യുന്ന സമയത്തേക്ക് ഇവിടെ മണ്ണ് അമർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇപ്പം തന്നെ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് വേണം എന്താക്കുക, നമ്മൾ പില്ലറിൻ്റെ കുഴി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എല്ലാ കുഴിയിലും ഇതുപോലെ കമ്പി കൊണ്ട് കുത്തി ഹോൾസാക്കി അതിലേക്ക് വെള്ളം ഇറക്കി ടൈറ്റാക്കുന്ന കേട്ടോ. ഇത് നമ്മളെ ഫ്രണ്ട് വരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇപ്പം ഈ രൂപം ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു വ്യത്യാസം വന്നതുപോലെ ഉണ്ടാവും. കാരണം ഇവിടെയൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് വരാന്താണ്ട് ഇവിടെ നമ്മൾ ഓപ്പൺ സ്പേസാണ് വരുന്നത്. ഇതിലൊക്കെ ഈ ഫില്ലറിൻ്റെ കൂട്ടൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം ടൈറ്റ് ആയിരുന്നു. കാരണം ഇതിലാണ് വണ്ടി കംപ്ലീറ്റ് പോയിട്ട് എന്തായത് ഇവിടെയൊക്കെ മണ്ണിറക്കി. അതുകൊണ്ട് മാക്സിമം വണ്ടി പോയിട്ട് തന്നെ ഈ മണ്ണ് കംപ്ലീറ്റ് ടൈറ്റ് ആയിട്ടുണ്ടാവും. അവിടെയൊക്കെ ഫില്ലറിൻ്റെ കൂടി കൂടിയാണ് വണ്ടി പോയത് കേട്ടോ. അതൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ മണ്ണ് തട്ടി ഇതിൻ്റെ മേലെ കൂടി നേരെ വണ്ടി ഇതിൻ്റെ മേലേക്ക് കയറ്റിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ലൂസാണ്. ഇതിലേക്ക് ഫുള്ള് മണ്ണ് വെള്ളം അടിച്ചിട്ട് മണ്ണ് ലൂസാക്കി ടൈറ്റാക്കി വെക്കണം. പിന്നെ ബേക്ക് ഭാഗം. അപ്പം ഏതാണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി ചെയ്യാനുള്ളത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കപ്പ കാ പോലത്തെ പൂള ഓ ദോ तीन नाम है, मरचीनी बोलेगा, कप्पा बोलेगा, पूള बोलेगा. അവച്ചമാരെ വണ്ടിയിൽ പൂള നമ്മളെ നാട്ടിൽ കിഴങ്ങ് എന്ന് പറയും. കിഴങ്ങ് പോലെയൊക്കെ ദിവസം 5 നാമാത്തായ വണ്ടിയിൽ കിഴങ്ങ് കൊണ്ടുപോയപ്പോൾ നമ്മളെ കമൽ മച്ചാൻ ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം ഇത്രയും പേരെന്താന്ന്. അപ്പോൾ അന്ന് ഡീറ്റെയിൽ ആയി വിവരിച്ചെടുത്തട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ബെൽറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തെ പണി കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബെൽറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആ മണ്ണ് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആടെ ആ ഭാഗത്തും ബെൽറ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു 6 പില്ലറിൻ്റെ മുകളിലേക്ക് ബെൽറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് അവിടെ സ്റ്റോക്ക് ചെയ്യണം. ആ മണ്ണ് സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൗണ്ടറി വാൾ കെട്ടിയിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ ആ ബൗണ്ടറി വാൾ കെട്ടണം, ഈ ഒരു ബെൽറ്റ് അടിക്കല കേട്ടോ. താഴത്തെ നമ്മളെ റിട്ടേണിങ് വാളിൻ്റെ മുകളിൽ ബെൽറ്റ് അടിക്കുക, അതിൻ്റെ മേലെ വീണ്ടും കെട്ടുക. അപ്പോൾ ആ പണിയായിരിക്കും ഇനി അടുത്തത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണിക്കുന്ന സമയത്ത് ആ കിട്ടുന്ന സമയത്ത് ആ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന കേട്ടോ.